ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനും കമ്പനിയിലെ ജോലിയെല്ലാം നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായി നല്ല പിരിമുറുക്കത്തിലാവുകയാണ് മേഘനാഥൻ്റെ കുടുംബം. മേഘനാഥന് ജോലിയെല്ലാം ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ദൂർത്തടിച്ചും കണ്ട പെണ്ണുങ്ങൾക്കെല്ലാം കൊടുത്ത് അതെല്ലാം തീരുകയൊക്കെ ചെയ്യാണ്. അതേസമയം തന്നെ മഞ്ജുവിൻ്റെ സ്വർണം ആവശ്യപ്പെടുകയാണ് പണയം വയ്ക്കാനായിട്ട്, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. മഞ്ജു ആണെങ്കിൽ അത് കൊടുക്കാനായിട്ട് തീരെ താല്പര്യപ്പെടുന്നില്ല. കാരണം കരുണേടത്തി എനിക്ക് തന്ന സ്വർണ്ണമാണ്, അത് ഇങ്ങനെ പണയം വയ്ക്കാനൊക്കെ എടുത്തുനിന്ന് കരുണേടത്തി അറിയുകയാണെങ്കിൽ അത് എനിക്ക് തന്നെ വളരെ മോശമാണെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് മേഘനോട്. പക്ഷേ മേഘൻ പറയുന്നുണ്ട്, അതിന് നമ്മൾ വിൽക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, അതൊരു പണയം വെച്ചിട്ട് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, നമുക്കത് പതുക്കെ എടുക്കാമെന്നെല്ലാം പറഞ്ഞു മഞ്ജുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. ഇനി കണ്ണൻ്റെ കമ്പനിയിലേക്ക് എനിക്കോ അതുപോലെ അച്ഛനോ തിരിച്ച് കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്റ്റേജാണല്ലോ. അതുകൊണ്ട് അവിടേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും തീർത്ത് പറയുന്നുണ്ട് മേഘനാഥൻ. അതിന് വേണ്ടിയിട്ട് മഞ്ജുവിൻ്റെ സ്വർണവുമായിട്ട് വേറെ എവിടേക്കുമല്ല, കമലേശ്വരം ഫിനാൻസിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ മേഘനോട് പറയുന്നുണ്ട്, സ്വർണം എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള പണം തരാമെന്നും അതിനു മുന്നേ സ്വർണമെന്നെല്ലാം ഉരച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ആഭരണങ്ങൾ ഉരച്ചു നോക്കും തോറും അത് മുക്കുബണ്ഡമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അവർക്ക്. അങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട്, ഇത് മുഴുവനും മുക്കുബണ്ഡമാണല്ലോ, സാറിന് ഇത്രയും മുക്കുബണ്ഡം എവിടെ നിന്ന് കിട്ടിയെന്നും. ഇത് കേൾക്കുന്നതോടെ മേഘനാഥനാകെ ഞെട്ടുകയാണ്. ഇത്രയും സ്വർണ്ണം മുക്കുബണ്ഡമാണെന്ന് അറിഞ്ഞിട്ട് മേഘനാകെ ഷോക്കാവുന്നുണ്ട്. സാറിനെ ആരെങ്കിലും മനഃപൂർവ്വം പറ്റിച്ചതാണോ എന്നെല്ലാം അവർ ചോദിക്കുന്നത് കേട്ട് മേഘനാകെ നാണം കെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, കണ്ണൻ സാറിൻ്റെ അളിയനായതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം മേഘനാഥൻ അവിടുന്ന് പോരുകയാണ്. വീട്ടിലെത്തിയ മേഘനാഥനാണെങ്കിൽ മഞ്ജുവിൻ്റെ നേരെ ചാടിക്കയറുന്നുണ്ട്. എന്നാലും ഇത്രയും വലിയ ചതി നീയും നിൻ്റെ കുടുംബക്കാരും എന്നോട് ചെയ്യരുതായിരുന്നു എന്നെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന മഞ്ജു ചോദിക്കുന്നു, നിങ്ങൾ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിന്റെ കരുണേടത്തി നിനക്ക് തന്ന 150 പവനും മുക്കുബണ്ഡമായിരുന്നു എന്നറിയുന്നതോടെ മഞ്ജു ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതറിയുന്ന മഞ്ജു പറയുന്നുണ്ട്, കരുണേടത്തി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വാദിക്കുകയാണ് കേട്ടോ മഞ്ജു. മേഘനാഥ് പറയുന്നുണ്ട്, ഞാൻ ഈ സ്വർണവുമായിട്ട് അവിടേക്ക് ചെന്നു, അവിടെ എല്ലാ സ്വർണ്ണവും ഉരച്ചു നോക്കി, അവരുടെ മുന്നിലാകെ ഞാൻ നാണം കെട്ടുപോയി. ഇത് മുക്കുബണ്ഡമാണെന്ന് അറിഞ്ഞ നിമിഷം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീയും നിൻ്റെ കുടുംബക്കാരും ഇത്രയും വലിയ ചതിയാണല്ലോ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തതെന്ന്. ഈ വിവരങ്ങളെല്ലാം അവർ പോലീസിനെ അറിയിക്കാത്തത് എൻ്റെ ഭാഗ്യമെന്നും മേഘനാഥൻ പറയുന്നു. ഇത് കേൾക്കുന്ന സീമന്തിനെയാണെങ്കിൽ മഞ്ജുവിൻ്റെ നേർക്ക് ചാടിക്കയറുന്നുണ്ട്. ഈ ഒരു കല്യാണം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതും എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം സ്വസ്ഥതയും ഇല്ലാണ്ടായതും നീ വന്ന് കയറിയ പിന്നെയാണെന്നെല്ലാം പറഞ്ഞ് സീമന്തിന് മഞ്ജുവിനോട് പറയുന്നു. എൻ്റെ മകൻ ഒരു ബിസിനസ് തുടങ്ങി, അതൊന്ന് പച്ച പിടിച്ച് കാണാമെന്ന് ഞാൻ എത്രമാത്രം സ്വപ്നം കണ്ടത്, അതും ഇപ്പോൾ ഇവിടെ തകർന്നടിയാണല്ലോ. ഇവളെ ഇനി എന്തിനിവിടെ നിർത്തണം മേഘ, എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ട് ഇവളുടെ വീട്ടിൽ പറഞ്ഞയക്കുന്നെല്ലാം പറയുന്നുണ്ട് സീമന്തിനി. പിന്നീടാണെങ്കിൽ സീമന്തിനി വാമദേവൻ്റെ അടുത്തേക്കും ചാടിക്കയറുന്നുണ്ട്. നിങ്ങളുടെ പെങ്ങൾ ഇത്രയും വലിയ ചതിയാണല്ലോ നമ്മളോട് ചെയ്തത്, എനിക്ക് അവളോടും 2 വാക്ക് പറയാനുണ്ടെന്നെല്ലാം പറയുമ്പോൾ വാമൻ പറയുന്നുണ്ട്, അവൾ ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല നമ്മളോട് ഇങ്ങനെയൊന്നും ചെയ്തത്, നീ അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത് സീമന്തിനി എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്നെല്ലാം പറയാണ് സീമന്തിനി. പിന്നീടാണെങ്കിൽ വാമദേവനും അതുപോലെ പ്രതാപനും മേഘനാഥനും തമ്മിൽ ആകെ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. കരുണ ഇങ്ങനത്തെ ഒരു ചതി ഞങ്ങളോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് മേഘനാഥൻ പ്രതാപനോട് പറയുന്നുണ്ട്. എന്നാലും അങ്കിളുടെ മകൾ ഇത്രയും വലിയ ചതിയാണല്ലോ എന്നോട് എൻ്റെ കുടുംബത്തോടും ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, ഒരിക്കലും എൻ്റെ കരുണമോൾ അങ്ങനെ ചെയ്യില്ല, അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണെന്നെല്ലാം പറയുന്നു. ഇതിനെല്ലാം വേണ്ടിയിട്ടാണോ നിങ്ങളെല്ലാവരും മുൻപിൽ നിന്ന് ഈ കല്യാണം നടത്തി തന്നത്, കമലേശ്വരത്ത് നിന്നുള്ള ഒരു സ്വത്തും എനിക്കും കിട്ടിയില്ല, കുറച്ച് സ്വർണം കിട്ടിയത് അത് മുക്കുബണ്ഡവുമായി പോയി, ഇനി എന്ത് ഇതിൽ കൂടുതൽ പറയാനുള്ളതെന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം ആദ്യം തന്നെ അറിയുമായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു ഒക്കെ മേഘം പറയുന്നുണ്ട്. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടില്ല നിൻ്റെ മകൾ ഈ സ്വർണ്ണങ്ങളെല്ലാം കൊടുത്ത് എൻ്റെ മോനെ ഈ ചതിയിലോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രതാപന് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ മോൾ ഒരിക്കലും ആരെയും ചതിക്കില്ല, എൻ്റെ മോളെ തൊട്ട് കളിച്ചാൽ എനിക്ക് സഹിക്കില്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നു. അങ്ങനെ കരുണയുടെ പേര് പറഞ്ഞ് ഇവർ 3 പേരും തമ്മിൽ തെറ്റിപ്പിരിയാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, കാത്തിരുന്ന് കാണാം.